മിഴിയാകെ തേടും കാവ്യം നീയാണ്, മീട്ടും വിരലുകളിന്നും ഞാനാണ്. ഹലോ, അപ്പോൾ ആദിചന്ദ്രസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു കുഞ്ഞു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ തമ്പനെയിലിൽ കാണുന്ന പോലെ ഒരു ചെറിയ പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ദിവസം ടെൻഷൻ അടിക്കാണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അത്യാവശ്യം നേരത്തെ കാലത്ത് എണീറ്റു കേട്ടോ. അത്രയും ടെൻഷനായിരുന്നു. പിന്നെ ബ്രഷൊക്കെ ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നേരത്തെ ആയതുകൊണ്ട് ഒരു ചായയും കൂടെ കുടിക്കാമെന്ന് വെച്ചു. കാരണം അമ്മമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചായ കുടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം എൻ്റെ ഫേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചെറുതായിട്ടൊരു ലൈറ്റ് ടച്ച് കൊടുത്തു. പിന്നെ അവിടെ ആരും എത്തിയിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. ആദ്യം ഇപ്പം എല്ലാം എണീറ്റേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളവരൊക്കെ വരുന്ന ആകു, അഖിലേട്ടൻ, കല്ലും ഒക്കെ ഒരു അരമണിക്കൂറിലെത്തും. സോ അപ്പത്തേക്ക് അവരൊക്കെ വന്നിട്ട് പിന്നെ റെഡി ആവാന്ന് വിചാരിച്ചു. ഈ ഒരു റെഡ് ഗൗണാണ് ഇന്നിടും. ഗൗണല്ല, ഇതൊരു ഒരു ചുരിദാറാണ്. ഇതിൻ്റെ ഷോളാണ്. അത്യാവശ്യം നല്ല അടിപൊളി വർക്കൊക്കെ ഉള്ളത്. ഹെവി ആണോ ചോദിച്ചാൽ അത്യാവശ്യം ഇത്തിരി ഹെവിയാണ്. പക്ഷെ എന്നാലും നമ്മളുടെ ആദ്യത്തെ പെണ്ണുകളിലാണല്ലോ, അപ്പം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഹെവി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്താണ്. സോ ഇനി ഞാൻ റെഡി ആയിട്ട് കാണാം. ഒരുക്കം കഴിഞ്ഞു. വെളിച്ചുണ്ടാ? വെളിച്ചൊക്കെ ഉണ്ട്. ഇതാണ് എന്റെ ഇന്നത്തെ എന്താണ് ഔട്ട്ഫിറ്റ്. അതെ, കോസ്റ്റ്യൂം. ഇന്ന് വേറെ പരിപാടിയൊന്നും അല്ല, ഒരു ഒഫീഷ്യൽ പെണ്ണുകാണൽ പരിപാടിയാണ്. എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. മൗനം സമ്മതം. പക്ഷെ ടെൻഷനൊന്നുമില്ല കേട്ടാ, ടെൻഷനൊന്നുമില്ല. ഒരു മിക്സഡ് ഇമോഷൻസ്. കൊറേ വീഡിയോ ഇറങ്ങിയിട്ടായിരിക്കും ഈ വീഡിയോ ഇറങ്ങിയത്. ഈ വീഡിയോ ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ആദ്യമായിട്ടല്ല കാണുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. എന്നാലും എല്ലാവരും വരുമ്പോഴുള്ള ഇങ്ങനെ നമ്മളായിരിക്കുമല്ലോ സെന്റർ ഓഫ് ദ അട്രാക്ഷൻ. അതിന്റെയാണ്. ലുക്കൊക്കെ കൊള്ളാം. താങ്ക് യു. കമ്മലാണ് ഹൈലൈറ്റ്. കമ്മല് ഭയങ്കര വലിയ. എന്റെ കോസ്റ്റ്യൂം കട്സി ഹർഷ ആൻഡ് അപ്പൊ മിററിൽ കാണുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും എങ്ങനെയുണ്ട് എന്നൊന്ന് കമന്റ് ചെയ്യണേ. എന്താന്നറിയില്ല, ഫുള്ള് വളർച്ച വരുന്നുണ്ട് ടെൻഷനില്. ഇപ്പൊ നിലവിൽ ആരുമില്ല. അഖിലേട്ടൻ, നാഗു, കല്ലു, നമ്മുടെ ഫാമിലി മൊത്തമാണ്. ഇത് അങ്കിള് വന്നിട്ടുണ്ട്. അങ്കിൾ ഇന്നത്തെ ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത്? വളരെ എക്സൈറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് പെണ്ണുകാണലാണ്. അപ്പൊ അങ്കിൾക്ക് ഒരു എക്സൈറ്റ്മെന്റ്. അതെ, കുട്ടിന്റെ മാമനെ ആയിരിക്കും എല്ലാവരും മെയിൻ ആയിട്ട്. എങ്ങനെയുണ്ട് എല്ലാം സെറ്റ് അല്ലേ? അപ്പൊ ഇനി ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. വെളിയിൽ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അവരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അഖിലേട്ടനെയൊക്കെ കാണിച്ചിട്ട് വാ. ഇന്ന് വ്ലോഗ് എടുക്കുന്നത് കല്ലു ആകൂടെ കയ്യിലായിരിക്കും. ബാക്കിയൊക്കെ റീൽസ് ഒക്കെ ആരാ ടീം? അഖിലേട്ടൻ ആദ്യനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവരിനെയൊക്കെ ഒന്ന് പോയിക്കോ. വ്ലോഗ് എത്രത്തോളം എടുക്കത്തറിയില്ല. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തും. അമ്മമാരിവിടെ സ്വീറ്റ്സ് പ്രിപ്പറേഷൻ പരിപാടിയിലാണ്. നമ്മൾ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ അമ്മേനെ വ്ളോഗിൽ കാണുകയാണ്. ഫുഡ് എല്ലാരും ബിസിയാണ്. അല്ല, അതാ ആദ്യം വന്നു. ആദ്യം എന്താടാ കൊണ്ടുവന്നിട്ടുള്ളത്? അതെ, ആദ്യം ചേച്ചിയുടെ പെണ്ണ് കാണാൻ വേണ്ടി ഫ്രഷ് കട്ട്ലൈറ്റ്, ഫ്രഷോടുകൂടി ചൂടോടുകൂടി ഇയക്കി വരെ ഉടുപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇയക്കി നമ്മൾ ഉടുപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇയക്കി ഉടുപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഹായ് മിയ. ഒരാള് വന്നപ്പോ മിയനെ കാണിച്ചു. മിയക്ക് ഡ്രസ് ഇട്ട് കൊടുത്തിരിക്കണം. എന്റെ പരിപാടി പ്രമാണിച്ച് മിയനെ നമ്മൾ അടിപൊളി സെറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ പരിപാടിക്ക് മെയിൻ ആവുകയാണ് അവർ. എന്നെ കൂട്ടാണ്ട് അവരാണ് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത്. പാവം കല്ലു ക്യാമറയ്ക്ക് പുറകിൽ. ഇന്നത്തെ വ്ളോഗ് ഏൽപ്പിച്ചുകൊണ്ട് കല്ലു ഭയങ്കര മെച്യൂരിറ്റിയിലാണ്. അതെ. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തും. നാണിച്ചു പാട്ടാ, നാണിക്ക്.
അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ മുകിലേ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ. അപ്പം സ്നാക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അതെ, വെയിറ്റിംഗ് ആണ്. അവർ ലൊക്കേഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ടക് 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 ടെൻഷനിൽ നമ്മളിവിടെ സെറ്റ്. എനിക്ക് ടെൻഷൻ. ഹായ് അമ്മ. അങ്കിളുടെ ഫൈനൽ ടച്ചപ്പ്, ആദിയുടെ ഫൈനൽ. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോ. സേവ് ദ ഡേറ്റ് ആണ് നിങ്ങളുടെ മമ്മി എക്സൈറ്റഡ് ആണ്. ഇനിയും നിന്നുള്ളം നോവല്ലേ. കഴിഞ്ഞ ഈ ആദ്യം എന്തിനാ ആദ്യം ശരിക്കും ശരി എല്ലാം സെറ്റ് ചെയ്താ. ഇനിയുണ്ടല്ലോ സാധനങ്ങളൊക്കെ. മിഴിയാകെ തേടും കാവ്യം നീയാണ്, മീട്ടും വിരലുകളിന്നും ഞാനാണ്. കാതാകെ കേൾക്കും പാട്ടിൽ നീയാണ്, മൂളും ചുണ്ടുകളിന്നും ഞാനാണ്. നീ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. ഹായ്. ഇതാണ് ഇത് കല്ലു. അത് കല്ലൂരിയാണ്. പരിസരബോധം. കല്ലൂരിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അതാണ്. പിന്നെ ഇതാണ് എൻ്റെ മിഴിയാകെ തേടും കാവ്യം നീയാണ്, മീട്ടും വിരലുകളിന്നും ഞാനാണ്. കാതാകെ കേൾക്കും പാട്ടിൽ നീയാണ്, മൂളും ചുണ്ടുകളിന്നും ഞാനാണ്. മിഴിയാകെ തേടും കാവ്യം നീയാണ്, മീട്ടും വിരലുകളിന്നും ഞാനാണ്. കാതാകെ കേൾക്കും പാട്ടിൽ നീയാണ്, മൂളും ചുണ്ടുകളിന്നും ഞാനാണ്. നീ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. പെണ്ണ് കാണാൻ കഴിഞ്ഞിട്ടുള്ള റെസ്റ്റിംഗ് പരിപാടിയിലാണ് ലാഗു. ഇത്ര നേരം നമ്മൾ കണ്ടുപിട്ടിയില്ല. ജാടയല്ലടാ, ടെൻഷൻ. എക്സൈറ്റ്മെന്റും അല്ല, ടെൻഷൻ. നീ ബ്ലഷ്. നീ ചെക്കൻ വീട് കാണാൻ പോകുമ്പോ, അല്ല നീ പെണ്ണ് കാണാൻ പോകുമ്പോ ഞാൻ പറയാം അതൊക്കെ ബ്ലഷ് ഇപ്പോഴേ വന്നു. ഇതേപോലെ തന്നെ ടെൻഷൻ ഇതാ. പക്ഷെ എൻ്റെ ഫുൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാം എടുത്തു തന്നത് നമ്മുടെ കല്ലുമ്മയാണ്. കല്ലപ്പ റെസ്റ്റ് ചെയ്യാണ്. കല്ല താങ്ക് യു ഡി കല്ല. യാ. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ. എന്റെ ലിപ്സ്റ്റിക് ഇതിൽ ഭയങ്കര ചെയ്യുന്നുണ്ട് അല്ലേ? ലിപ്സ്റ്റിക് നോക്കണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു ചടങ്ങ്? നൈസ്, അടിപൊളിയായിരുന്നു. എന്താണ് ഭാവി അളിയെ പറ്റി പറയാൻ? ഭാവി അളിയനെ പറ്റി നമ്മൾ നേരത്തെ പരിചയപ്പെട്ടല്ലേ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അമ്മനെ എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. അതെ, അമ്മ ഞാനിപ്പോ ചങ്ങം പിന്നെ നമ്മളതിങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ വഴി അറിയില്ലേ. ഇനി നമ്മളുടെ ഒരു കുറച്ച് ദിവസങ്ങളും മാസങ്ങളൊക്കെ കഴിയുന്നവരും നമ്മളുടെ വീഡിയോയിൽ പിന്നെ വേറെ ഒരു പുതുമുഖം കൂടി ഉണ്ടാവും. അതായത് സോറി. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ കണ്ടുപോയതിന്റെ ബഹളമാണ് ഇവിടെ നടക്കണല്ലേ. ഇന്നിപ്പോ നമ്മളായിട്ട് ഞാൻ
വിളിച്ച് പറഞ്ഞ് നമ്മൾ തന്നെ അവരുടെ വീട്ടിലേക്ക് എപ്പോഴാ പോണ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ്. പ്രാരാബ്ധമായി ആദ്യം അങ്ങനെ. അതെ അതെ. അതെ, ഇനി വേണം ആദ്യം അളിയനായി ആദ്യം മുന്നിൽ നിന്ന് നടത്തണം അല്ലേ. നീ എന്റെ മൂക്കി കൊണ്ടിരിക്കും. ഇവര് പറയണ കേക്കില്ല. അപ്പൊ അത്രയേ ഉള്ളൂ അല്ലേ. ബൈ. പെയ്യില്ലേ പടരും എൻ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ ആകമേ